വനിതാ പോലീസിന്റെ കഥ വനിതാ പോലീസുകാർ ആരെങ്കിലും സംവിധാനം ചെയ്ത് കൃഷി സാറിന് ടെൻഷനൊന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് കയ്യിൽ നിന്ന് പോയിരിക്കുക. ഞാൻ ഇല്ല കൃഷി ഇവരോട് കാണിച്ചിട്ട് എന്തെടുക്കാനാണ്. സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പറയുന്നതാണ്. 1-2 സിനിമ പരാജയപ്പെട്ട തീരാവുന്ന ഉള്ള പ്രശ്നമല്ല. 10ാം ക്ലാസ് റിസൾട്ട് പൊട്ടിയോ ഇല്ലയോ? ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ റോഷൻ മാത്യുയുടെ കൂടെയാണ് പടം ചെയ്യാൻ പോകുന്നത്. ചന്ദനൊക്കെ സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഡേറ്റിലാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് നമുക്കൊരു സുഖമാണല്ലോ. ആ സിനിമയിൽ അങ്ങനെ ഒരു മോശപ്പെട്ട ക്യാരക്ടറിനെ വിക്രമെന്നായിരുന്നു പേര്. തിയേറ്ററിൽ ഇപ്പോൾ വളരെ സക്സസ് ആയി ഇങ്ങനെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന റോന്ത് എന്ന സിനിമയുടെ അതിന്റെ നട്ടലായിട്ടുള്ള കുറച്ച് പേരാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വാഗതം. ശരിക്കും റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടും തിയേറ്ററിൽ മൊത്തം റോന്ത് ചുറ്റുന്നു, മീഡിയകൾ മൊത്തം റോന്ത് ചുറ്റുന്നു. എങ്ങനെയുണ്ട് ഈ റോന്ത് ചുറ്റൽ? റോന്ത് സിനിമയിൽ 24 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളായിരുന്നു. ഇപ്പൊ വേണ്ട 120 മണിക്കൂറായി ഡ്യൂട്ടി തുടങ്ങിയിട്ട്. ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതിന്റെ ക്ഷീണം ഇറങ്ങാൻ പറ്റിയില്ല. നമുക്ക് ലീവും ഇല്ല, റെസ്റ്റും കിട്ടുന്നില്ല. ഓക്കെ. ഈ മൂവി ഇങ്ങനെ ഇത്ര സക്സസ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ ഉള്ളൊരു നിലയിൽ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ? സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി ആൾക്കാരെടുത്താൽ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. എനിക്ക് നേരെ ഞാൻ ചന്ദ്രനിലേക്കൊന്ന് പോയിക്കോട്ടെ. ചന്ദ്രേട്ടാ, ഈ പേര് ശരിക്കും ചന്ദ്രൻ തന്നെയാണോ അതോ ഈ ക്യാരക്ടേഴ്സ് ചന്ദ്രനായി ചന്ദ്രനായതാണോ? ശരിക്കും പേര് ചന്ദ്രശേഖരൻ എന്നാണ്. സിനിമയ്ക്കകത്ത് വരുമ്പോൾ എല്ലാവരും എളുപ്പം പറയാൻ വേണ്ടി എല്ലാവരും പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു പേര് പറയണമെന്ന് ചോദിച്ചു ചന്ദ്രൻ എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാരും വിളിച്ച് ചന്ദ്രേട്ടനായി. ഏതൊരു സെറ്റിലും എല്ലാവരും അറിയപ്പെടുന്നത്, എന്റെ പ്രായത്തിന് മൂത്ത ആൾക്കാരും എന്റെ പ്രായത്തിന് താഴെയുള്ള ആൾക്കാരും എല്ലാവരും വിളിക്കുന്നത് എന്നെ ചന്ദ്രേട്ടൻ തന്നെ വിളിക്കും. എല്ലാവരും ചന്ദ്രേട്ടൻ. നമ്മുടെ മൂവിയിലെ ക്യാരക്ടേഴ്സിലേക്കും വരുമ്പോ എപ്പോഴും ചന്ദ്രൻ തന്നെയാണ് അല്ലേ? ഷൈക്കടത്തിന് മുന്നേ തെരുവിഴാപ്പുഞ്ചിറയിലും ഞാൻ ചന്ദ്രനായിരുന്നു. അതിനകത്തും ഞാൻ ചന്ദ്രനാണ്. എന്തുകൊണ്ടാ ഷൈക്ക അങ്ങനെ ചന്ദ്രേട്ടനെ ചന്ദ്രനായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നു, വേറൊരു പേര് പോലും കൊടുക്കാതെ? അതല്ല, അങ്ങനെയല്ല. നമ്മൾ സിനിമ ചെയ്യാൻ നേരം പലപ്പോഴും ഉണ്ടാകുന്ന മണ്ടത്തരങ്ങളുടെ ഒന്നാണത്. അങ്ങനല്ല ചന്ദ്രനെ എടുത്ത എന്നുള്ളതല്ല. നമ്മള് ചന്ദ്രൻ പുഞ്ചിറ വർക്ക് ചെയ്തതാണ്, ചന്ദ്രൻ ഈ സീൻ കൊടുക്കണം. പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മളെ ക്യാരക്ടറിന്റെ പേര് തന്നെ ചന്ദ്രനായിട്ട്, അത് പിന്നെ ചന്ദ്രനായിട്ട് പറഞ്ഞു. ഇതാണൊക്കെ തന്നെയാണ് നമ്മുടെ ജ്യോതിഷിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ ഒരാൾ, താടിയുള്ള മറ്റേ ഞാൻ പറഞ്ഞു വിക്രമൻ നായർ. അപ്പോൾ തൊണ്ടിമുതല സമയത്ത് ജ്യോതിഷ ഡയറക്ടറാണ്, അപ്പം അസോസിയേറ്റ് ആണ് വിക്രമൻ നായരെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാൾക്കൊരു റോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ആള് ഭയങ്കര ശുദ്ധനും ഭയങ്കര ഇതായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ജോസഫ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രമൻ നായർ ഞാൻ എഴുതി വെച്ചിരുന്നു. അങ്ങനത്തെ ഒരു പതിഞ്ഞ ക്യാരക്ടർ, നമുക്കൊരു വലിയ ലെങ്ത് അല്ല, ഒരു ചെറിയൊരു റോള് കൊടുക്കണം. പുള്ളി ഡ്രാമയൊക്കെ ആയിട്ട് നടന്നതാണ്, സിനിമ ആഗ്രഹിച്ചിട്ട് തന്നെ വന്ന ആൾക്കാരാണ്, അങ്ങനെ ആർട്ടി വർക്ക് ചെയ്തതാണ്. ആ സിനിമയിൽ പക്ഷെ വിക്രമൻ നായരെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ചീത്തപ്പേര് കിട്ടി. ആ സിനിമയിൽ അങ്ങനെ ഒരു മോശപ്പെട്ട ക്യാരക്ടറിനെ വിക്രമൻ നായരുടെ പേര് ശരിക്കും പുള്ളിയെ മറന്നുപോകാതിരിക്കാൻ പറ്റിയാണ്. അതേണക്കാണ് ചന്ദ്രനെയും വെച്ചത്. ഇനിയുള്ള സിനിമകളിലും ചന്ദ്രേട്ടൻ തന്നെ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലേ, ഇനിയിപ്പോ ചന്ദ്രൻ നടനല്ലേ, എല്ലാരും അറിയപ്പെടുന്ന എന്നാ ഭയങ്കര നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അത് ഇതിനു മുമ്പ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇലവിഴാപ്പുഞ്ചിറയുടെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പേര് താഴെ കമന്റ് ചെയ്ത പാവപ്പെട്ടവരുടെ പുഷ്പ എന്നായിരുന്നു, ചന്ദ്രന്റെ ഫോട്ടോ ഇട്ടിട്ട്. അതെ, ലുക്ക് വൈസ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തോന്നും. എന്താണ് ഇത് ഇങ്ങനെ ഈ ഒരു ലുക്ക്? ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കാണോ, പണ്ട് തൊട്ടേ ഒരു മേക്ക് ഓവർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നടക്കുന്നതാണോ? അല്ല, ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത്. ഇങ്ങനെ തന്നെ എപ്പോഴും മുടിയും താടിയും എപ്പോഴും തന്നെയാണ്, അത് യാതൊരു മാറ്റം. അതുകൊണ്ട് ഒരു ഭ്രാന്തഞ്ചന്ദ്രൻ എന്നുള്ള വിളിപ്പേര് മൊത്തത്തില് നാട്ടിലുണ്ട്. വേറെ പതിപ്പില്ല, സെറ്റിൽ തന്നെ വിളിക്കുന്നത് എന്ത് ഭ്രാന്തഞ്ചന്ദ്രനാണോ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കഥാപാത്രം വന്ന് കിട്ടിയെന്നല്ലോ. അങ്ങനെ തന്നെ വന്നു എന്നല്ലേ? കൃഷ കൃഷ എങ്ങനെയാണ് ഈ ഒരു റോന്ത് ചുറ്റുന്ന ആൾക്കാരിലേക്ക് എത്തിയത്? അത് ഞാൻ അഭിലാഷ് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തിട്ട് ഷായി സാർ ഒരു ഓഡിഷന് വിളിച്ചിട്ട് ഞാൻ ഓഡിഷൻ പോയി. ഷെലി സാറും വിഷ്ണുവാണ് ഓഡിഷൻ എടുത്തത്. കിട്ടി. ഞങ്ങളിങ്ങനെ റോഷന്റെ ഒരു പേരിനെ തപ്പുന്നുണ്ടായിരുന്നു, പല ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഹാപ്പി ആതിരിക്കുകയായിരുന്നു. നമുക്ക് അങ്ങനെ അല്ലാത്തൊരു ലുക്ക് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമാറ്റോഗ്രാഫർ മനീഷ് മാധവൻ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആണ് അഭിലാഷൊക്കെ ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഇങ്ങനെ കൃഷിയുടെ ഫോട്ടോ അന്ന് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയത്. അപ്പോൾ അത് കണ്ടപ്പം എനിക്കും മനീഷേട്ടനും നമുക്കിത് വർക്കാവുമെന്ന് തോന്നി.
ഓഡിഷൻ നടത്തി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അഭിലാഷ് മുല്ലശ്ശേരി വിളിച്ചു. അപ്പോൾ കൃഷ ആർട്ടിസ്റ്റാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആ ലുക്ക് വെച്ചിട്ടാണ് വിളിച്ചത്. പിന്നീടാണ് അറിയുന്നത് 3-4-5 തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണെന്നൊക്കെ അപ്പോഴാണ് അറിയുന്നത്. വലിയ ഓക്കെ. ഇപ്പൊ ഈ നമ്മള് ആലപ്പുഴക്കാരനാണ്, അപ്പൊ നല്ലൊരു മീൻകറി കഴിക്കണമെങ്കിൽ, ഒത്തന്റിക് ആയൊരു മീൻകറി കഴിക്കണമെങ്കിൽ ആലപ്പുഴയിലേക്ക് പോകണമെന്ന് പറയുന്ന പോലെ ഒത്തന്റിക് ആയൊരു പോലീസ് സിനിമ കാണണമെങ്കിൽ അത് ഷാഹിദ് കബീറിന്റെ പടം കാണണം. ഈ ഒത്തന്റിസിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുണ്ടായ ഒത്തന്റിസിറ്റി ആണോ ഇത്? എനിക്കറിയില്ല, അത് സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പറയുന്നതാണ്. 1-2 സിനിമ പരാജയപ്പെട്ട തീരാവുന്ന ഈ പ്രശ്നങ്ങളല്ല. പക്ഷെ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ലല്ലോ. ടച്ച് പറ്റാതിരിക്കട്ടെ ആഗ്രഹം എനിക്കുണ്ട്. നാളെ നമുക്കറിയില്ലല്ലോ. ഓക്കെ. ഇപ്പം ഇന്ന് രാവിലെയാണ് പടം കണ്ട് ഇറങ്ങിയത്. അപ്പം ഈ 2 ക്യാരക്ടേഴ്സിനെ എനിക്കിപ്പോൾ ആ ഹാങ് ഓവറിൽ തന്നെയാണ് നമ്മളിങ്ങനെ കണ്ട ചന്ദ്രേട്ടനും കണ്ട അതേ റോഷൻ്റെ വൈഫും എന്നുള്ളൊരു ഹാങ് ഓവർ നമുക്ക് അപ്പോൾ കണ്ടിറങ്ങി വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ കണ്ടിറങ്ങിയ സമയത്ത് ഇങ്ങനെ ഓഡിയൻസ് എപ്പോഴും ഇറങ്ങുമ്പോൾ എന്താ കമൻസ് എന്നൊക്കെ ചുമ്മാ കേൾക്കാറുണ്ട്. അപ്പം ഒരു വൈഫ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും, എന്നാലും അവസാനം റോഷൻ അങ്ങനെ കാണിച്ചെന്തിനാ? ഇല്ല, നമ്മൾ കാര്യം പറയുന്നല്ലോ, റോഷൻ എന്താ അങ്ങനെ കാണിച്ചേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് കയറിയിട്ട് പറയാം, ഷാഹിദ് കബീറിന്റെ പടങ്ങളൊന്നും നീ നേരത്തെ കണ്ടിട്ടില്ല? പുള്ളി ഇത് തന്നെയാണ്, പുള്ളിയുടെ ഒരു പാറ്റേൺ. പുള്ളി ഇങ്ങനെ പുള്ളി ഒരു പോലീസുകാരനായിരുന്നു. ഈ പോലീസുകാരെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഈ ഒരു രീതിയിലൊക്കെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് നടത്തുള്ളൂ. ഈ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എങ്ങനെ ലാൻഡ് ചെയ്യണം എന്നുള്ളത് ആ കഥയെ ആസ്പദമാക്കിയാണ്. അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ചെയ്യാന്നല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു നായാട്ടിൻ്റെ ഒക്കെ ഒരു സെക്കൻഡ് പാർട്ട് ചിന്തകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചിന്തകളുടെ ഭാഗമായിട്ടാണ് ഈ സിനിമയെ അതിൻ്റെ ഒരു ഭാഗം തന്നെ. അതെ, ഒരു ഷാഹിദ് കബീർ യൂണിവേഴ്സ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എല്ലാവർക്കും നായരുടെ ഇനി എന്ത് സംഭവിച്ചെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കുറേ പേർക്ക് റോന്തിൻ്റെ ഇനി എന്ത് സംഭവിച്ചെന്ന് അറിയാനുണ്ട്. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു യൂണിവേഴ്സ് ആവാനൊക്കെ ഒരു ചാൻസ് ഒക്കെ ഉണ്ടല്ലേ? യൂണിവേഴ്സ് ഒന്നും അല്ല, ഒരു കഥ പറഞ്ഞ് തീർക്കണമല്ലോ. ഒരു വെബ് സീരീസ് അല്ല. നമുക്ക് ആ സിനിമയ്ക്കുള്ള ടൈമിൽ 2 പടത്തിനും അപ്പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതെ, ഈ നായാട്ടിന്റെ റെഫറൻസ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ പലരും ഇപ്പം നമ്മൾ കണ്ടിറങ്ങിയപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും സംസാരിച്ച കാര്യം, ഇതിൻ്റെ എന്ത് പ്രത്യേകം ചോദിച്ചിട്ട് വേണം നായിട്ട് 2ന്റെ ഉടനെ ഇതിന്റെ ഷൂട്ട് ഉണ്ടാവോ, ഇത് ഉടനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവോ എന്നൊക്കെ ചിന്തകളുണ്ട്. ഷൂട്ട് അടുത്തൊന്നും ഉണ്ടാവില്ല ഉണ്ടല്ലേ, കുറച്ച് നാളോട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ചന്ദ്രേട്ടാ, ഇപ്പോൾ ചന്ദ്രേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസിറ്റി, കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഭയങ്കര ടെൻഷനായി പോവും. ഇപ്പോൾ അത് ശരിക്കും ഭ്രാന്തുള്ള ആളാണോ, എന്തായി ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് അതിനകത്ത് വേറൊരു സൈഡിൽ തോന്നിയത്, എനിക്ക് ഇത് സ്പോയിലറാവോ എനിക്കറിയില്ല, ആ കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഒരു കുട്ടി ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലോട്ട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കില്ല ആ ടൈമിൽ. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടുണ്ടായിരുന്നോ? പാടുണ്ടായിരുന്നു. നമ്മളത് ഷൂട്ടിന് മുന്നേ കുറച്ച് സമയം ഞാനും കൊച്ചും കൂടിയൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കും. ഞങ്ങൾ അതിൽ കാണിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളി തമാശയിലൊക്കെ ചെയ്ത് കാണിക്കും. പിന്നെ അതിനൊക്കെ എന്ത് ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു വേറെ നല്ലൊരു വശങ്ങൾ കണ്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നു. കുട്ടിയുടെ സേഫ്റ്റി നന്നായി നോക്കിയിട്ടൊക്കെ തന്നെയാണ് അത് ഷൂട്ട്. നിങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണെങ്കിലും അതല്ല അങ്ങനെയല്ല, അതൊക്കെ കണ്ടെത്തിയായിരുന്നു. ഒരു കോമഡിയൊക്കെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. നമ്മൾ സിനിമയിൽ കാണുന്നവരെ അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അതിന് പ്ലോട്ട് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് പിന്നെ സൗണ്ട് അലർച്ച, ഒച്ച, ബഹളം കേട്ടോണ്ടിരിക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് മാറിപ്പോകും. കുട്ടി ആ പരിസരത്ത് തന്നെ ഉണ്ട്. ഷൂട്ട് എടുക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലാണ് കുട്ടി ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ അലർച്ചയും ഇതൊക്കെ വരുമ്പോൾ ഓരോ ഷോട്ട് അങ്ങോട്ടും അങ്ങോട്ടും മാറി മറിഞ്ഞ് വരുമ്പോഴൊക്കെ അലർച്ചയുടെ ഷോട്ടായിരിക്കാം, വെട്ടുന്ന ഷോട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയുടെ ഷോട്ട് വരുന്നതിനോ നോർമലി കുട്ടി പേടിക്കുമല്ലോ. നമ്മൾ അതിനൊക്കെ നന്നായിട്ട്. ശരിക്കും ഒരുപാട് കുട്ടികളുള്ള ഒരു സിനിമ. ശരിക്കും ഇത് ഈ സിനിമയ്ക്കൊരു സീരിയസ് സ്വഭാവം ഉണ്ടെങ്കിലും സെറ്റ് അതുകൊണ്ട് ഫണ്ണായിരുന്നോ? കുറേ കുട്ടികളുള്ള ഒരു ഇതാണല്ലോ. നന്ദൂട്ടി ഫണ്ണായിരുന്നു. നന്ദൂട്ടി, എനിക്ക് അതാ ചോദിക്കാനുള്ളത്. പണ്ട് നന്ദൂട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞത് ഇന്ന പോലെ ഷാഹിദ് കബീറിൻ്റെ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നന്ദൂട്ടിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് നമ്മളൊരു ഷൂട്ടിന് വിളിച്ച സമയത്ത് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, റോഷൻ ചേട്ടനാണ് അച്ഛൻ, നമ്മൾ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഹാൻഡിൽ ചെയ്തു നന്ദൂട്ടിയെ? നന്ദൂട്ടി ഇങ്ങനെ ചിമിട്ട് പോലെ ഓടി നടക്കുന്ന കുട്ടിയാണ്. അപ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അമ്മയല്ലേ? എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് മാറി നിൽക്കും. ഒരു വിഷമം ഉണ്ടാവും സംസാരിക്കാൻ. പക്ഷെ ഒന്ന് ഓണായാൽ പിന്നെ ആള് ഫുള്ളാണ്, ഫുൾ ഓണാണ്. കലബിലാന്ന് സംസാരിച്ചോണ്ടിരിക്കുമല്ലോ അല്ലേ? ഷായിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നന്ദൂട്ടിയായിട്ടുള്ള?
ഇല്ല, നമ്മൾ വേണ്ട പാൻ ഇന്റർനാഷണൽ സ്റ്റാർ ആണ്. ഇല്ല, നന്ദുട്ടിയുടെ അമ്മയാണ് നന്ദുട്ടിയെ നന്നായി ബ്രീഫ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ നന്ദുട്ടിയുടെ അമ്മയെടുക്കെ പറയുന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നത്. ശരിക്കും നന്ദുട്ടിയുടെ അമ്മേനാണ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, അത് ആ കുട്ടിയെ ഡീൽ ചെയ്തോണ്ടിരുന്ന നന്ദുട്ടിയുടെ അമ്മേനാണ്. ആണല്ലേ. ഇപ്പോൾ ഇപ്പം ഇങ്ങനെ പോലീസ് സിനിമകൾ ആണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പോലീസ് സിനിമകളല്ലാതെ വേറൊരു കഥ നിങ്ങൾക്ക് ഷാഹി കബീറിൻ്റെ അടുത്തൊന്ന് പ്രതി. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച സിനിമയും വന്ന സിനിമയൊന്നും പോലീസ് സിനിമയൊന്നും അല്ല. പിന്നെ ഒരു സാഹചര്യത്തിൽ സിനിമയിൽ കയറി പറ്റണം, അപ്പോൾ ആ കഥകൾ നടക്കുന്നില്ല. അപ്പോൾ ഒരു സംവിധായകനാണ് നിങ്ങൾക്ക് കുറ്റാന്വേഷണം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറ്റാന്വേഷണ സിനിമ എഴുതി. പിന്നെ ഞാനങ്ങ് പോലീസ് കഥയുടെ ആളായി മാറി. എഴുത്താണോ ഡയറക്ഷനാണോ കുറച്ചും കൂടെ, ഏതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നുന്നത്? ഇല്ല, എഴുത്താണ് ഫ്രീഡം. ഇതേ കണക്ക് 18 ഇന്റർവ്യൂ എടുക്കണ്ട, ബാക്കി ടെൻഷൻസ് അടിക്കണ്ട, അതൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിക്കോളും. എഴുത്തുകാരനൊരു സൈഡിൽ ചന്ദ്രനൊക്കെ അറിയാം, നായൻ്റെയൊക്കെ സെറ്റ് ഞാൻ വളരെ ചില്ലായിട്ട് അതിലെ കൂടെ ഇതിലെ കൂടെ ഒക്കെ നടന്നു പോകുമെന്ന് പറയുന്ന ആ ഫ്രീഡം ഉണ്ട്. ഇത് അങ്ങനല്ല. ഏറ്റവും ഭ്രാന്ത് പിടിച്ചൊരു ഷൂട്ട് ചെയ്തായിരുന്നു. ഫുൾ നൈറ്റ് ഉറക്കമില്ലായ്മ. ഞാൻ കയ്യിൽ നിന്നൊക്കെ പോയിരിക്കുകയാണ്. അപ്പം കൃഷി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ ഒരു സീനുണ്ട്, ഫസ്റ്റ് സീൻ നന്ദുട്ടിയെ ബൈക്കിൽ കൊണ്ടുവരുന്നത്. അത് മിക്കവാറും ഒരു 10-18 പ്രാവശ്യം 2 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ കൃഷി സാറിന് ടെൻഷനൊന്നും ഇല്ലേ? ഞാൻ ഇവിടുന്ന് കയ്യിൽ നിന്ന് പോയിരിക്കുക. ഞാൻ പറഞ്ഞു, ഇല്ല കൃഷി, ഇവരോട് കാണിച്ചിട്ട് എന്തെടുക്കാനാണ്. അങ്ങനെയാണ് നമ്മുടെ സെറ്റ് കാര്യം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ട് രാത്രിയിലാണ് ഇതിൻ്റെ ഷൂട്ടുകൾ കൂടുതലും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ രാത്രി ഷൂട്ട് ചെയ്തതാണോ മോർണിംഗ് ഷൂട്ട് ചെയ്യുന്നതാണോ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഏറ്റവും ഈസി? മോർണിംഗ് ഷൂട്ട് തന്നെയാണ്. നൈറ്റ് നമുക്കൊരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉറക്കമില്ലല്ലോ. പിന്നെ നമ്മളുടെ ജഡ്ജ്മെന്റുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാരണം നമ്മളുടെ എല്ലാ ഇതും പോകും. നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചാൽ ചിന്തിച്ചാൽ മതി. പകല് നമുക്ക് ഉറക്കമൊന്നും ഇല്ലല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഒരു 6-7 മണി കഴിയും. അവിടെ കിടന്ന് പിന്നെ വൈകിട്ട് 3 മണിയാകുമ്പോൾ ഇറങ്ങും. അതിനിടെ ഉറങ്ങാൻ സമയമില്ല. ഡെയിലി ഇത് തന്നെ പ്രോസസ്. ആണല്ലേ. ഈ നൈറ്റ് പെട്രോളിങ്ങിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? പിടി വീണിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നൈറ്റ് പെട്രോളിങ്ങിന്? എന്റെയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും റിയൽ ലൈഫിൽ? ഞാൻ പോലീസുകാരനാണെന്നുള്ള അറിയാലോ. ഞാൻ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പം നമ്മളെ ജോലി രാജ്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പെട്രോളിംഗ്, നമ്മൾ എന്തായാലും രാത്രി ഷൂട്ട് ചെയ്തിരുന്ന സിനിമയല്ലേ, അപ്പം ഡെയിലി അവിടുത്തെ പോലീസ് തന്നെ പിടിക്കാറുണ്ടായിരുന്നു രാത്രി ഷൂട്ട് കഴിഞ്ഞ് വരാൻ. ചന്ദ്രനെ കാണുന്ന സംശയം വരുന്നല്ലോ. ആണോ? ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് വണ്ടി കൊണ്ട് വരുമ്പോൾ നമ്മൾ പോലീസ് വണ്ടിയിലല്ലേ വരുന്നത്. പോലീസ് ഇങ്ങനെ ഒരു പേക്കോലും മുടിനാടിയൊക്കെ വളർത്തി വെക്കുന്ന പോലീസ് ജീപ്പിന്റെ ജീപ്പ്. പിന്നെയാണ് സാർ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണിച്ചത്. ഇരിട്ടി പോലീസ് എന്നെ 2 വട്ടം ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ എന്നാ ശരിയെന്ന്. പിന്നെ ഞങ്ങളത് വലിയ ബോർഡ് ഫോർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ബോർഡ് എഴുതി ഒട്ടിച്ചിട്ടാണ് അതിനകത്തുനിന്ന്. പിന്നെ ശീലമായി. ഇത് തുടക്കത്തിലായിരുന്നു. വിട്ടേക്ക് ഒരു ഷൂട്ടിങ്ങുകാരാണെന്നല്ലേ. കൃഷ ഇപ്പോൾ റോഷന്റെ വൈഫായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം റോഷനെ നമ്മൾ എപ്പോഴും പറയുന്നത് റോഷൻ ഉണ്ടെങ്കിൽ അത് പാൻ ഇന്ത്യൻ സിനിമയായി. ചാക്കോച്ചൻ വരെ ഒരു ഇവന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഫസ്റ്റ് ഞാൻ വരാൻ നേരത്തെ എനിക്ക് റോഷനോട് ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു. ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ട്സും ബാക്ക് ഇൻ മുംബൈ നമ്മൾ ഡാർലിങ്സും ഉള്ളർജും ഒക്കെ കണ്ട് ഇരിക്കുന്നത്. സോ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ റോഷൻ മാത്യുയുടെ കൂടെയാണ് പടം ചെയ്യാൻ പോകുന്ന ഒരു സംഭവം. പിന്നെ അതൊരു ഫേസ് ആയിരുന്നു. കണ്ടോണ്ട് ഞാൻ ഐ ടോൾഡ് റോഷൻ ഓൾസോ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഹായ് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആക്ടറുടെ ഒരു ട്രാൻസിഷൻ ആവുമല്ലോ. ആൻഡ് ഈസ് സച്ച് എ ഗുഡ് ആക്ടർ. അവരുടെ എനർജി തന്നെ ക്യാച്ച് ചെയ്തിട്ട് തിരിച്ചു കൊടുത്താൽ തന്നെ മതിയല്ലോ. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഹിറ്റായിട്ടുള്ള കുറേ കോമ്പോസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പോലീസ് അതിൻ്റെ ഒരു കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ കുറേ ഹിറ്റ് കോമ്പോസ് ഉണ്ട് പല പല. ആ കോമ്പോസിനെയൊക്കെ മാറ്റി നിർത്തി ഈ 2 പേരെ കൂട്ടിച്ചേർക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ്? അതല്ലേ എൻ്റെ ഫ്രഷ്നസ്. അത്രേ ഉള്ളൂ. എങ്ങനെ ഇപ്പൊ റോഷൻ മതി എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയായിരുന്നു? ഇല്ല, റോഷൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ റോഷനോട് 2 വർഷം മുമ്പാണ് ഈ കഥയുടെ ഐഡിയ പറയുന്നത്. പിന്നീട് കുറേ നാളുകൂടെ കഴിഞ്ഞിട്ടാണ് വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ സിനിമ ചെയ്യാൻ ഡേറ്റൊക്കെ ലോക്കാക്കി. വേറെ പോത്തേട്ടിന് വരാൻ വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ പല കാരണങ്ങളാൽ അത് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴും റോഷൻ മറ്റൊരു സിനിമയുടെ പുറകെ പോയില്ല. റോഷൻ പറഞ്ഞു ഞാൻ മലയാളത്തിൽ ഈ സിനിമ ചെയ്തിട്ടേ ചെയ്യുന്നുള്ളൂ. റോഷൻ ആ സമയത്ത് തന്നെ ഒരു വലിയ ഓഫർ വന്നതാണ്. റോഷൻ അതും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നെയാണ്. പോത്തേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹമുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇലവിഴ പുഞ്ചിരെ പോലും ഒരു
ചിന്തകളിൽ ദിലീഷ് പോത്തനായിരുന്നു സൗബിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഗുരു ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സിനിമ അദ്ദേഹത്തെ ചെയ്യാൻ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ചോദിച്ചിട്ടുമില്ല. അതെ, ഞാൻ ആ ചോദ്യത്തിലേക്കാണ് വരാനിരുന്നത്. എൻ്റെ ഉള്ളിൽ തന്നെ ഞാനത് കുഴിച്ചു മൂടി. അപ്പോൾ സെക്കൻഡ് പടം ആകുമ്പോഴും പോത്തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചേഞ്ചും ജംഗിലി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസ് വന്നപ്പം ഫെസ്റ്റിവൽ സിനിമാസും ജംഗിലിയും പോത്തൻ്റെ പേര് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടും സമ്മതിച്ചു എന്നുള്ളത് ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കാരണം അത് തന്നെ. ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം ആശാനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു പേടി ഉണ്ടായിരുന്നു. ഗുരുവിനെയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. പണ്ട് അസിസ്റ്റന്റ് ആയിട്ടിരുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് പോർട്രേ ചെയ്തൊരു ഡിറക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ പേടിയല്ല, എനിക്ക് ആശാൻ എന്നുള്ള പേടിയില്ലായിരുന്നു. നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പം പുള്ളി അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ പുള്ളി അഭിനയത്തിൻ്റെ കാര്യങ്ങളെ നോക്കാറുള്ളൂ. അഭിപ്രായങ്ങൾ പുള്ളി ക്യാരക്ടർ വൈസ് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോക്കേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. പുള്ളി ഒരിക്കലും മോണിറ്റർ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുത്തതെന്നോ ഒന്നും ചോദിക്കില്ല. അത് തന്നെ നമുക്ക് ആങ്സൈറ്റിയാണ്. കാരണം ചേട്ടാ ഞാൻ എടുക്കുന്നത് ശരിയാണോ, അവിടെ ഒരു വലിയ സംവിധാനം നിൽക്കുന്ന പ്രശ്നമാണ്. പുള്ളിയാണ് നോക്കുന്നില്ല, ഞങ്ങൾ കണ്ണി നോക്കുമ്പോൾ പുള്ളി അപ്പോൾ കണ്ണൊക്കെ വെട്ടിച്ചിട്ടങ്ങ് പോയി കളയും. അപ്പോൾ അഭിപ്രായം ഒന്നും പറയത്തില്ലല്ലോ. അപ്പോൾ അത് 2-3 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പോത്തേട്ടൻ ഓക്കെ ആയിരുന്നു. നമുക്കറിയാമല്ലോ പോത്തേട്ടനെ കണ്ടിട്ടുള്ളതുകൊണ്ട് പോത്തേട്ടൻ ഒരു മൊമെന്റ് തൊട്ട് ഹാപ്പിയാണ്. 2 ദിവസം കഴിഞ്ഞു മനസ്സിലായി ഓക്കെയാണ്, ഇത് വർക്കാവുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം പോത്തേട്ടൻ ശിഷ്യൻ എന്നുള്ള രീതിയിൽ എന്നെ വന്നിട്ട് അത് റോങ് ആണെന്ന് എപ്പോഴെങ്കിലും പറയേണ്ടതാണ്. പക്ഷെ പറഞ്ഞിട്ടില്ല സെറ്റിൽ. അത് ഷാഹിദ് കബീർ എന്നുള്ളൊരു ഡയറക്ടർ റൈറ്ററിനോടുള്ള വലിയൊരു വിശ്വാസം തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം തന്നെയല്ലേ വിളിച്ചത് ആദ്യമായിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനായിട്ട്. പുള്ളി വിളിച്ചാണ്. നമ്മൾ അങ്ങോട്ട് പോയി അവസരം ചോദിച്ചില്ലല്ലോ. ഞാൻ കഥ പറയാൻ പോയതാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഞാൻ പടം ചെയ്യുന്നുണ്ട്, പോലീസ് പടമാണ്, നീ അസിസ്റ്റ് ചെയ്താൽ കൊള്ളായിരുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്, നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു. അത് ഒത്തിരി പേര് കൊതിക്കുന്ന വിളിയായിരുന്നു. ഒത്തിരി പേര് മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞ് നിൽക്കുന്ന പോത്തേട്ടൻ ബ്രില്യൻസിന്റെ കാലഘട്ടമാണ്. പക്ഷെ അപ്പൊ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പോത്തേട്ടനാണ്. ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊട്ടൊന്നും ദിലീഷ് സംവിധാനം എന്നുള്ള രീതിയിലാണല്ലോ പുള്ളിയെ ആ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രേട്ടൻ എങ്ങനെ ഈ സിനിമകളിലേക്ക് ആ ഒരു യാത്ര എങ്ങനെ, ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ട യാത്ര എങ്ങനെയാണ്? ഷാഹിദ് കബീറിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? ഷാഹിദിന്റെ കയ്യിൽ ഞാൻ സിനിമയിൽ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഷാഹിദിന്റെ കയ്യിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ ഷാഹിദിയുടെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ നാട് പട്ടാമ്പിക്ക് എടുത്ത് കൂടലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സാധാരണ ഒരു നാട്ടിൻപുറത്ത് ഉള്ള ഒരുപാട് തൊഴിലൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇന്ന ജോലിയൊന്നുമില്ല, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ പാത്രം കഴുകുന്നത് തൊട്ടിട്ട് തുടക്കം പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വരും പൊട്ടുന്നുള്ളത് ഉറപ്പായിരുന്നു. ആരോടും പറയാതെ ഒറ്റ വിടലങ്ങ് വിട്ട് നേരെ തിരുപ്പൂർ പരിയം കമ്പനിയിൽ പോയി ജോലി ചെയ്തു. 10ാം ക്ലാസ് റിസൾട്ട് പൊട്ടിയോ ഇല്ലയോ? പൊട്ടി. ഉറപ്പായി, അത് ഉറപ്പായിട്ട് പൊട്ടുമായിരുന്നു. കാരണം ആ 10ലും ആ സമയത്ത് ഈ സിനിമ ഒരുപാട് മിക്കവാറും ദിവസം ക്ലാസ്സിൽ ഉണ്ടാവാറില്ല. ഒന്നുകിൽ സിനിമയ്ക്ക് പോയി കാണും, അങ്ങനെയുള്ള പരിപാടി. ഏറ്റവും കൂടുതൽ ക്ലാസ് കിട്ടിയത് സിനിമ ഉണ്ടാവും സ്കൂളിൽ. ഞാൻ ഇപ്പോഴും എന്നോട് ടീച്ചർ പറയാറുണ്ട്, എന്നെ മാത്രം സ്കൂളിൽ അധികം കാണാറില്ല. ഇപ്പൊ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലാണ്, എന്റെ 2 മക്കളും പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളാണ്. അവർ രണ്ടുപേരും ചിലപ്പോൾ ടീച്ചറെ ഞങ്ങളുടെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ക്ലാസ് കിട്ടിയത് ആളുടെ 2 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്, അങ്ങനെ ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോ ആ കാലത്ത് സിനിമയോട് ഭയങ്കര ഭ്രാന്തുണ്ടായിരുന്നു. മോണാക്ടിലും നാടകത്തിലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഈ ജോലിയും കാര്യം 10ാം ക്ലാസ്സും കഴിഞ്ഞു, തോൽക്കുകയും ചെയ്തു. പിന്നെ മുന്നോട്ട് പഠനം കൊണ്ടുപോയില്ല. പിന്നെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് ഇങ്ങനെ പോയി ചായപ്പൊടി കച്ചവടം, ഹോട്ടലിൽ പാത്രം കഴുകല്, അങ്ങനെ ഓരോ നാട്ടിൻപുറത്ത് തന്നെ ടൈലിന്റെ പണിക്ക് പോയിട്ടുണ്ട്, പെയിന്റ് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ പാചകമായിരുന്നു ഏറ്റവും കൂടുതൽ. ഇതാണ് നാട്ടിലെ കല്യാണത്തിനൊക്കെ ഇതാണ് പണിക്കൊക്കെ പോകുമായിരുന്നു. അപ്പോഴും മനസ്സിൽ സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വലിയൊരു പ്രണയം വന്ന് ആകെ പ്രശ്നമായി. കല്യാണം കഴിഞ്ഞപ്പോഴും നമ്മളപ്പോഴും ഒന്നും അരക്കെട്ട് പിടിച്ചില്ല. സിനിമയൊക്കെ അപ്പോഴേക്കും വിട്ടുപോയിന്നില്ല. നമ്മളും നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മള് സിനിമ എത്തി. അപ്പോഴും പിന്നെ ആകെ ഉണ്ടായിരുന്ന ആശ്രയം ചിത്രഭൂമി, വെള്ളി നക്ഷത്ര, സിനിമ, ഞാൻ ഇത് തന്നെയായിരുന്നു ആശ്രയം. അപ്പൊ ഇത് വാങ്ങിക്കുമ്പോ അമ്മ പറയും, ആ പൈസയെങ്കിലും ഒന്ന് എടുത്തു വയ്ക്കും, അതൊരു പാത്രത്തിലെവിടെ ഇട്ട് വയ്ക്കുക, ആവശ്യം വരുന്നു. അത് അപ്പോഴും സിനിമ മനസ്സിലുണ്ടായിരുന്നു, ഇല്ലാന്നില്ല. പിന്നെ പ്രളയം വന്നു, വീട് വെള്ളത്തിൽ മുങ്ങലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ നാട്ടിൽ പണി കുറഞ്ഞു പോയി, എന്തെങ്കിലും ഒരു ഏർപ്പാടിന് പോകാൻ പറ്റാത്തൊരവസ്ഥയായി, ആകെ ഒരു പെട്ട് കിടക്കുന്ന അവസ്ഥയായി. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് എന്റെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന അജി എന്ന് പറഞ്ഞിട്ട്, ജോസഫിലൊക്കെ വർക്ക് ചെയ്തിരുന്നില്ല. അജിയെ ഞാൻ നിരന്തരമായി വിളിക്കുമായിരുന്നു, എടാ അവിടെ എന്തെങ്കിലും ഈ ഭക്ഷണം വെക്കുന്ന പരിപാടിക്ക് എന്തെങ്കിലും ഒരു 500 രൂപ കിട്ടിയാൽ മതി എന്ന് പറയുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ വരുമ്പോഴും അപ്പോഴും എനിക്കൊരു മോഹമുണ്ട്, സിനിമ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ.
അതെന്തായി അതിന്റെ നാട്ടിലൊന്നും ചിട്ടിയൊക്കെ നടത്തിയായിരുന്നു. ചിട്ടിയൊക്കെ പൊട്ടി, കാശ് തരാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അത് ഭാര്യയുടെ താലിച്ചേരി കൊണ്ടേ വിറ്റു. പ്രേമിച്ച പെണ്ണിനെ വീട്ടിൽ കൊടുത്തിട്ട് താലിച്ചേരി വിറ്റിട്ട് ഇനി എന്ത് ചെയ്യും? 2 കുട്ടികളുമായി, അത് 2 പെൺകുട്ടികള്. വീട്ടുന്നും ചീത്ത, ഭാര്യ വീട്ടുന്നും ചീത്ത. അപ്പം അങ്ങനെ അജയെ വിളിച്ചു. ഒരു ദിവസം അജയനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് എറണാകുളത്തോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ശരി. അപ്പൊ ഞാൻ വീട്ടിലെല്ലാവരും പറഞ്ഞു, അവിടെ എന്തോ ഭക്ഷണം വയ്ക്കുന്ന ഒരു പണി അജി റെഡിയാക്കി ഞാൻ എറണാകുളത്തേക്ക് പോകാന്ന് പറഞ്ഞു. ഒരു രാത്രി വണ്ടി കയറി വന്ന് അവിടെ കളമശ്ശേരി ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഞാൻ. കളമശ്ശേരി ഇറങ്ങി അവിടുന്ന് പിറ്റേ ദിവസം ലൊക്കേഷനിൽ പോന്നു. അവിടെ പോയപ്പോ ഫുഡിന്റെ പരിപാടിയൊന്നുമല്ല, നേരെ ആർട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. എന്റെ ആദ്യത്തെ പടം ഉയരെ എന്നായിരുന്നു. ആ ഉയരെ എന്നുള്ള പേര് കണക്ക് ഞാൻ വീടിനിടാൻ പോകുന്ന പേര് ഉയരെ എന്നാണ്. ഞാനത് മറച്ചു വെച്ചിരുന്ന ഒരു പേരായിരുന്നു. എവിടേക്കോ പൊട്ടി. ഡയറക്ടർ പറഞ്ഞു, പുള്ളി എന്നെ വിളിച്ചു. മനോശോകനായിരുന്നു എന്റെ ഡയറക്ടർ. ഞാൻ വർക്ക് ചെയ്യുന്നത് ദിലീപ് നാഥ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിസൈനറുടെ കൂടെയാണ്. അന്നും ഇന്നും ഇത് എപ്പോഴും പിള്ളേരുടെ കൂടെ തന്നെ ഞാൻ. അങ്ങനെ ഇവനാണ് നമ്മ പറഞ്ഞ നടൻ. അതിലേക്ക് ഞാൻ ഷായിക്കുമായി നായാട്ടില് കണക്ട് ആവുന്നതും അങ്ങനെ ചെറിയൊരു മോഹം എന്തെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷായിക്കോട് ഇങ്ങനെ പറയുമായിരുന്നു. ഷായിക്ക് എനിക്ക് അവസരങ്ങൾ തന്നു. അങ്ങനെ ആ പറച്ചിൽ നിന്നാണോ അതോ ഷായിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തിരിച്ചറിഞ്ഞു ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ആക്ടർ ഉണ്ട്? ഇല്ല, നമ്മൾ ഒരു സെറ്റിൽ ചെല്ലുമ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം സിനിമയെ വർക്ക് ചെയ്യുന്ന, അത് ഏത് ക്ലാസ്സിൽ വർക്ക് ചെയ്താലും. എനിക്ക് ടെക്നിക്കൽ ആൾക്കാരുടെ അപ്പുറത്ത് ആ സിനിമയുടെ സാധാരണ ജോലി, ഡെയിലി ജോലി ചെയ്യുന്നതിൽ എല്ലാവരുടെ ഉള്ളിലും ഒരു അഭിനയം, സിനിമാ മോഹങ്ങളുണ്ട്. ഇപ്പം റോന്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് 20-25 വർഷമായ ഫോക്കസ് പുള്ളറാണ് SP യുടെ വേഷം ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണാത്ത ആൾക്കാരെയൊക്കെയാണ്. പിന്നെ ഇതേ ചന്ദ്രൻ ചെല്ലുമ്പം ആദ്യമായിട്ട് സെറ്റിൽ ചെല്ലുമ്പം ചന്ദ്രനെ പേടിപ്പിച്ച തമ്പാൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ അകത്ത് ഒരു സീൻ, മറ്റേ ആ മരിച്ചുപോയ അല്ലെ പയ്യന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തമ്പാനാണ്. അങ്ങനെ മോനോടെ എന്നൊക്കെ ചോദിക്കുന്നത് പിള്ളേർ ഓടിപ്പിക്കുന്നത്, അപ്പൊ അത് തമ്പാനാണ്. അങ്ങനെ എനിക്ക് എന്നല്ല ഒത്തിരി പേര്. ഇപ്പൊ ആദ്യത്തെ പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ അകത്ത് പോലീസുകാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആദ്യമേ. അപ്പോൾ ഇവരെല്ലാം ഇത്ര ആഗ്രഹങ്ങളുള്ളവരാണ്. ഏത് ക്ലാസ്സിലാണല്ലോ ആക്ടിങ് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ എൻ്റെ സിനിമയെ മാക്സിമം ഞാൻ എനിക്ക് വിശ്വാസമുള്ള, നമുക്ക് അവിടെ സെറ്റിൽ നിൽക്കുമ്പോൾ അറിയാം ആൾക്കാരെ, അങ്ങനെയുള്ളവരെയൊക്കെ പലരെയും ചൂസ് ചെയ്തിട്ടല്ല. ഇലവിഴ പുഞ്ചലിൽ അങ്ങനെയാണ്. ഇലവിഴ പുഞ്ചലിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാമാണ് അഭിനയിച്ചിരിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ എന്താണെന്നറിയോ, നമ്മൾ ഈ പോലീസുകാരുടെ ജീവിതങ്ങളാണല്ലോ കാണുന്നത് കൂടുതലും സിനിമകളിൽ. അപ്പോൾ നമ്മൾ കണ്ടുപടുത്ത മുഖങ്ങളല്ലാതെ ഈ പുതുതായി കുറേ മുഖങ്ങൾ കാണുമ്പോൾ അതിലൊരു ഒത്തൻറ്റിസിറ്റി തോന്നുന്നുണ്ട്. ആ ഒത്തൻറ്റിസിറ്റിയും അതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ. ഒത്തൻറ്റിസിറ്റിയുടെ അല്ലേ, ഇതൊരു ആഗ്രഹമുണ്ട്. നമുക്കറിയാം ഇവര് അവിടെ നിന്നാൽ ഭയപ്പെടില്ല. എനിക്ക് ഭയം എന്ന് പറയുന്ന ഒരു സാധനം ഏറെക്കുറെ കുറേ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്നു. മാക്സിമം അവർക്കൊരാഗ്രഹം, അല്ലെ അവരുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടായി. നാളെ ചന്ദ്രനെ ഇനി ചന്ദ്രനൊക്കെ സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഡേറ്റിലാന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് നമുക്കൊരു സുഖമാണല്ലോ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല, അതല്ല, ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. ഇപ്പൊ ചന്ദ്രനെ അറിയാൻ എനിക്ക് ഒത്തിരി പേരെ അറിയാവുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും സിനിമയിൽ ആ ആഗ്രഹത്തിൽ വന്നു. ഇപ്പൊ ഞങ്ങളുടെ കൺട്രോളർ ഷബീർ ഇപ്പോഴത്തെ കൺട്രോളർമാരാണ്. ഷബീർ ഒരു ദിവസം പറഞ്ഞ കഥയാണ്. ഷബീർ സ്വയം സുന്ദരനാണെന്നൊക്കെ കരുതി ഇങ്ങനെ ഒരു സെറ്റ് കണ്ടു കഴിഞ്ഞപ്പം സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടന്ന ഷബീർ വണ്ടിയൊക്കെ കൊടുത്ത് ഇവിടെ വന്ന് പല പണികൾ ചെയ്തിപ്പോൾ കൺട്രോളറാണ്. ഞാനപ്പോൾ ഷബീറിനോടും ചോദിച്ചായിരുന്നു, ഷബീറെ താനെ അഭിനയിക്കുന്നെങ്കിൽ അഭിനയിക്കുന്ന പറഞ്ഞു. ഷബീർ പറഞ്ഞു ഇനി ഞാനില്ല, ഞാനിപ്പം എൻ്റെ ആ മോഹം മടുത്തു എന്ന് പറഞ്ഞു. അല്ല ഷബീറും അഭിനയിച്ചത്. ജോലി ചെയ്യുന്ന ഒത്തിരി പേരിൽ എല്ലാവർക്കും ഒരു അഭിനയമോഹം ഉണ്ടാവുമല്ലോ. കാരണം സിനിമയിൽ ഒരാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കലയെടുത്തു. പ്രൊഡക്ഷൻ വെള്ളം കൊണ്ടുവന്നിരുന്നൊരു പയ്യന്റെ ഉള്ളിൽ വരെ കലയുണ്ട്. അവര് വരെ പാട്ടറിയുന്ന ആൾക്കാർ, ഒരുപാട് കഴിവുള്ള ആൾക്കാർ സിനിമയ്ക്ക് ഡ്രൈവേഴ്സ്. ചിലപ്പം ഇപ്പം അതിന്റെ ഒത്തിരി സീനൊക്കെ ഉണ്ട്. റോഷൻ വണ്ടിക്കകത്തിരിക്കുമ്പോൾ നോക്കുന്ന ചേട്ടൻ, അത് അവിടെ ലൊക്കേഷനിൽ മഴ പെയ്യുമ്പോൾ ഞാൻ ജീപ്പിന്റെ അകത്ത് കിടക്കുമ്പോൾ ആരാ അതിന്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ഫിറ്റ് ആയിട്ട് വന്ന് എന്നെ നോക്കിയത്. കൊള്ളാം, ഞാൻ പറഞ്ഞ് അസിസ്റ്റന്റൊക്കെ പറഞ്ഞ് നമ്പർ വാങ്ങിച്ചു, ഇയാൾ മതി, ഇനി വേറെ ആരും തപ്പുണ്ടാന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ കാസ്റ്റ് ചെയ്തതാണ്. അടിപൊളി. എല്ലാ ദിവസവും ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ക്വാർട്ടേഴ്സ് ആയിട്ട് എടുത്ത ക്വാർട്ടേഴ്സിലെ ആ പെൺകുട്ടിയുടെ അച്ഛനാണ് അയാൾ. അയാൾ അവിടെ ഉണ്ടായിരുന്നു, പാട്ടും പാടി, പാട്ടൊക്കെ പാടി ഭയങ്കര ഓളത്തി നടക്കുന്ന ഒരു പാവം മനുഷ്യൻ. പുള്ളി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പുള്ളിക്ക് ഏതോ കാലത്തെ സിനിമകൾ തൊട്ട് അത്ര ഇന്റലക്ച്വലുടെ സിനിമകളെ കുറിച്ച് വരെ പുള്ളി സംസാരിക്കും, നന്നായിട്ട് അറിയാം. അപ്പൊ അയാളുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. കൊള്ളാലോ. ഒരുപാട് പേര് വന്നിട്ട് ഇട്ടിട്ട് പോയവരുണ്ട്, സിനിമ മടുത്തിട്ട് പോയവരുണ്ട്, ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് എറണാകുളത്ത് നമുക്ക് അറിയുന്നതല്ലേ. ഈ എറണാകുളത്ത് എത്ര പേർക്ക് സിനിമ കഥ പറയുന്നുണ്ടോ?
ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓരോ ഛായയിലും സിനിമയുണ്ടെന്ന് പറയുന്നത്. ഇപ്പം ടെക്നീഷ്യൻസ് ഒക്കെ ഇപ്പൊ ചന്ദ്രൻ നായട്ടോട്ടുള്ള സൗഹൃദമാണ്. അപ്പോൾ എനിക്ക് ആ ടെക്നിക്കലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. അപ്പം ഇവരൊക്കെ ഞാൻ വീണ് പോരുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യരാണെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് മിക്കവാറും സിനിമയിലെ ടെക്നിക്കൽ ക്രൂ ഒക്കെ സെയിം ആയിരിക്കും. അതോളം ഇപ്പോൾ നമുക്ക് ഈ പോലീസ് സിനിമ എന്നൊക്കെ പറയുമ്പോഴേ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര മാസ് ഡയലോഗ് പറയുന്ന മേലുദ്യോഗസ്ഥരെ മറ്റേ ഭയങ്കര ഷിറ്റൊക്കെ പറഞ്ഞിട്ട് പോകുന്ന, അപ്പം പോലീസ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഭരത് ചന്ദ്രൻ IPS. അല്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവറുള്ള എന്നാൽ ഈ മേലുദ്യോഗസ്ഥരോട് ഭയങ്കര തർക്കുത്തരം പറയാൻ പറ്റുന്ന ആൾക്കാർ. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഷാഹി കബീർ ഈ പടങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത്? ഇതല്ല, എനിക്ക് തോന്നുന്നു 80s-ലോ 90s-ലോ നമ്മൾ ഈ കഥ എടുത്തു വെച്ചിരുന്ന ചിലപ്പോൾ അന്ന് ആൾക്കാർക്ക് വർക്കാവില്ല. അന്ന് അതാണ് വർക്കാവുന്നത്. അത് ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സിനിമ പറഞ്ഞത്, അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അന്നാ ഞാനിന്ന് മാറ്റുമെന്ന് അല്ല, പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇപ്പം എന്തായാലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ശരിക്കും ഉള്ളത് കാണിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു മനസ്സിലാഗ്രഹം. അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡേ ഒക്കെ പോയി ഇടിവെച്ച് കണ്ടിട്ടുള്ള സിനിമകളും അല്ലെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളാണ് ഇൻസ്പെക്ടർ ബൽറാം, ആവനാഴി, ഭരചന്ദ്രൻ IPS, ഏകലവ്യൻ. ഇതൊക്കെ നമ്മൾ പോയി തിയേറ്ററിൽ പോയി ഓളം വെച്ച് കണ്ടിട്ടുള്ള സിനിമയാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഹീറോയിസങ്ങളാണ്. പക്ഷെ എൻ്റെ സിനിമ മറ്റൊരു രീതിയിലാവണമെന്നുള്ള ആഗ്രഹമുള്ള. ഈ നൈറ്റ് പെട്രോളിംഗ് ഇതിനകത്തൊരു വലിയ ഭാഗമായതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെ നൈറ്റ് പെട്രോളിങ്ങിൽ ഏതെങ്കിലും ഒരു സീക്വൻസ് ഈ സിനിമയിലേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്? കുറച്ചധികം സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഏതാണെന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒന്ന് പറയാം, ചന്ദ്രൻ്റെ സീക്വൻസിൽ ഞാൻ സെയിം ആളായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും റോഷൻ്റെ ആളെ ഇതായിട്ട് ആണോ? അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. എൻ്റെ സീൻസ് ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയ സംഭവങ്ങളുണ്ട്, അല്ലാതെ ഫിക്ഷൻ ഉണ്ട്, എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റ് ആയിരുന്നു, അതിൽ നിന്ന് ഇപ്പം സിനിമയിലേക്ക് ഇപ്പോഴാണ് അറിയുന്നത്. അറിഞ്ഞില്ല, കൊച്ചു വലിയ ഡാൻസറാണ്. അപ്പം അപ്പോൾ ആ ഒരു നൃത്തം എന്നുള്ളൊരു കലയിൽ നിന്നാണോ ശരിക്കും അഭിനയത്തിലേക്ക് വരാനായിട്ടൊരു പ്രചോദനം ഉണ്ടായത്? അല്ല, അങ്ങനെയൊന്നുമല്ല. ഒരാൾ കണ്ടു ഡാൻസ് പെർഫോമൻസ്, അയാളപ്പം ഷോർട്ട് ഫിലിം എടുക്കണം എന്ന് അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചോദിച്ചു നടിക്കുമെന്ന്. അച്ഛൻ ഓക്കെ പറഞ്ഞു, ചെയ്തു, അത്രേ ഉള്ളൂ. അവിടുന്ന് പിന്നെ അടുത്ത തമിഴ് പടത്തിലൊരു ഓപ്പർച്യൂണിറ്റി, അതും ഫേസ്ബുക്ക് ത്രൂ ആണ് കിട്ടിയത് സത്യത്തിൽ. സോ അത് ചെയ്തു, പടം വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഓണസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് കുറേ ലേറ്റാണ് അതിലേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിക്കുന്നുണ്ട് അതിനെ കുറിച്ച്. അല്ല, തിയേറ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. AD ആയിട്ട് കുറെ നാള് ബോംബെ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റിലും കാസ്റ്റിംഗിലും ഒക്കെ. അങ്ങനെ സിനിമ അത്രേ ഉള്ളൂ. അങ്ങനെ എന്താണല്ലേ. ഇപ്പോൾ ഇതേപോലൊരു ഒരു പോലീസിൻ്റെ കുറേ കഥകൾ ചെയ്യുന്ന ഒരാൾ, അപ്പോൾ എപ്പോഴെങ്കിലും ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ചോദ്യം മനസ്സിലുണ്ടായിരുന്നോ? ശരിക്കും കൃഷിക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടായിരുന്നോ? അത് അന്നുകൊണ്ട് കൃഷയ്ക്ക് ഞങ്ങൾ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു, സിനിമ പോലും കണ്ടിട്ടില്ല. അപ്പൊ മുല്ലശ്ശേരി പറഞ്ഞു വേണമെങ്കിൽ ആ പടം കണ്ടിട്ട് വന്നോളെ. അങ്ങനെയല്ല, എല്ലാവരും പുഞ്ചിര ഞാൻ കണ്ടിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് കണ്ടത്. ജോസഫ് ഒക്കെ കണ്ടിട്ടില്ല? ജോസഫ് കണ്ടു. ഐ വാച്ച് എല്ലാവഴ പുഞ്ചിര. ഞാൻ ബോംബെയില് വരുന്ന പടങ്ങൾ അങ്ങനെയാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ അന്നും ഇന്നും ഒരേ ചോദ്യമുള്ളൂ, വനിതാ പോലീസ് എപ്പോഴും? വനിതാ പോലീസിന്റെ കഥ പറഞ്ഞാലോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് മനസ്സിൽ? അതെ, എന്റെ ഹൈറ്റിനും വെയിറ്റിനും ഒക്കെ എടുക്കുമോ? എന്റെ സിനിമകളിൽ കഥാപാത്രങ്ങൾ വനിതകൾ വളരെ കുറവാണെന്ന് അറിയാമല്ലോ. ആ പടം തെറ്റി, ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് സ്ത്രീകളുടെ എണ്ണം കൂടിയത്, അല്ലാത്ത സിനിമകൾ വളരെ കുറവാണ്. ഒരു വനിതാ പോലീസിന്റെ കഥ ഞങ്ങൾ പ്രതീക്ഷിക്കണ്ട. വനിതാ പോലീസിന്റെ കഥ വനിതാ പോലീസുകാർ ആരെങ്കിലും സംവിധാനം ചെയ്ത് മിക്കവാറും കഥയിൽ നോക്കിയാൽ എല്ലാ കഥാപാത്രത്തിനും ഒരു ഇമോഷണൽ ആർക്കുണ്ട്. അത് ആസ് എ ആക്ടർ, ജെൻഡർ അസൈഡ്, ഒരു ആക്ടറായിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. ഈ ഇമോഷൻസ് നമുക്ക് ഒന്ന് പ്ലേ ചെയ്താൽ അടിപൊളി. ഞാൻ എല്ലാവരുടെ പോലും സത്യത്തിൽ ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു മെയിലായിട്ട് എന്താ ജനിക്കാൻ പ്ലേ ദാറ്റ് വിചാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ വനിതാ പോലീസ് തന്നെ, ഒരു വനിതാ പോലീസിന്റെ ക്യാരക്ടർ.
ബട്ട് അല്ല ആ ആർക്കൊക്കെ കാണുമ്പം ഭയങ്കര പോലീസിനെ നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ട് കണ്ടുവരുന്നത് ലൈക്ക് യു സൈഡ് ഒരു പവർഫുൾ ആയിട്ട് എങ്ങനെയാ ഹ്യൂമനൈസ് ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യരല്ല, അവർക്കും ഒരു ഫാമിലി ഉണ്ട്, ഒരു ജീവിതമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, പേടിയും ഭയവും പോലീസിനും ഉണ്ട്. അതെ അതെ, അതും കാണിക്കാൻ ലൈക്ക് ദാറ്റ് ഈസ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചിന്തിക്കില്ലേ, ഈയിടെ റോന്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നൈറ്റ് വല്ലതും ട്രാവൽ ചെയ്യുന്ന ഒരു പോലീസിന്റെ ജീപ്പ് കാണുമ്പോൾ ഞാൻ ഇവർക്കും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ആവുമല്ലോ, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്, പക്ഷെ നമ്മൾ കാണില്ല, കണ്ടിട്ടും നമ്മൾ അത്ര തിങ്ക് ചെയ്യില്ല. ആ തോട്ട് പ്രോസസ്സ് ഇടുന്നത് സാറുടെ പടത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തോട്ട് പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുട്ടിക്കൊരു ഒരു റോള് കുറച്ച് ഒരു ഇമോഷണൽ ആർക്കുള്ളതൊന്ന് കൊടുത്തൂടെ നമുക്ക്? എന്തായാലും നമ്മുടെ പടം സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് മോർണിംഗ് ആണ് കണ്ടത്, അപ്പോൾ പോലും ഈ രാവിലെയും ഭയങ്കര ഒരുപാട് ആൾക്കാർ ഹൗസ്ഫുള്ളായിട്ട് ആ ഒരു സിനിമ ഓടുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് വിജയങ്ങൾ ഇതിന് കിട്ടട്ടെ, ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ, അവാർഡുകൾ മേടിക്കുന്ന ഒരാളെന്നുള്ളൊരു. അങ്ങനല്ല, അവാർഡിനൊരു പ്രശ്നമുണ്ട്. എന്തേ? പ്രൊഡ്യൂസർമാർ ആദ്യമേ പറഞ്ഞിരുന്നത് സാമ്പത്തിക വിജയം കിട്ടാതെ ഈ സിനിമയ്ക്ക് എത്ര അവാർഡ് കിട്ടുന്നു അത്ര അവാർഡ് കൊണ്ട് എന്റെ തലക്കിട്ടടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ സിനിമ കൊമേഴ്ഷ്യൽ ഹിറ്റാണ്. സാമ്പത്തികമായി വിജയിച്ചിട്ട് നമുക്ക് അവാർഡുകൾ ഇഷ്ടം പോലെ കിട്ടട്ടെ. അതെങ്ങനെയുണ്ട്? അത് നല്ലതാണ്. അപ്പൊ അത് സൂപ്പർ അടിപൊളിയാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.